4 കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്കെന്ന സൂചന. ഇവർ ബിജെപി നേതാവുമായി നിരന്തരം ചർച്ച നടത്തിയെന്നും സൂചനയുണ്ട്. ഒപ്പം ഒരു എംപിയും കേന്ദ്രമന്ത്രിയും വക്താവുമടക്കമുള്ള പ്രമുഖ നേതാക്കളാണ് ബിജെപിയിലേക്ക് മാറുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. സിജു സുഗതൻ ചേരുകയാണ് വിവരങ്ങളുമായി. സിജു, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന മീറ്റ് ദ പ്രസിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് എം ഹസൻ നിഷേധിച്ചിരുന്നില്ല. കേരളത്തിലും ഭാഗ്യാന്വേഷികൾ ഉണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇപ്പോൾ ഇതെല്ലാം വസ്തുതകൾ ശരിയാണെന്ന തരത്തിലുള്ള സ്ഥിരീകരണമാണോ എത്തിയിരിക്കുന്നത്? ഗിരീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ എം ഹസൻ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലും, അതായത് സ്ഥാനമോഹികളാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നത്, അത്തരത്തിലുള്ള സ്ഥാനമോഹികൾ അല്ലെങ്കിൽ ഭാഗ്യാന്വേഷികൾ കേരളത്തിലെ പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ വാർത്തകൾക്ക് സാധൂകരണം ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായ 4 കോൺഗ്രസ് നേതാക്കൾ, അതിൽ തന്നെ ഇപ്പോൾ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അടക്കം BJPയിലേക്ക് പോകാനുള്ള ചർച്ചകൾ സജീവമാക്കി കഴിഞ്ഞു. ഒരു കേന്ദ്ര നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഈ 4 നേതാക്കളുമായി ചർച്ച നടത്തി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ BJPയിലേക്ക് ചേക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതാണ് ഇപ്പോൾ നിലവിൽ ഒരു MP, അതോടൊപ്പം തന്നെ ഒരു മുൻ MP, അതോടൊപ്പം ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ഒരു MLA, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, പഴയ ഒരു കോൺഗ്രസിന്റെ വക്താവ്, ഇവർ 4 പേരാണ് ഇപ്പോൾ 4 പേരുടെ പേരാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പലരെയും BJP നേതൃത്വത്തിന്റെ അതായത് അമിത്ഷായുടെ നിർദ്ദേശാനുസരണം തന്നെ സംസ്ഥാനത്തെ BJP നേതാക്കൾ ഇവരുമായി ചർച്ച നടത്തി നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു സ്ഥിരീകരണം എന്ന തലത്തിലാണ് ഇന്നലെ ഹസൻ ഇത് സംബന്ധിച്ച് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഈ ആരോപണത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് പോലെയുള്ള നേതാവുമായി അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു പക്ഷേ മാധ്യമങ്ങളിലടക്കം പേരുകൾ വന്നത് ശശി തരൂരിന്റെ പേരാണ് വന്നത്. ഈ നേതാവുമായി ചർച്ചകൾ നടത്തി അദ്ദേഹം BJPയിലേക്ക് ഇല്ല എന്ന തരത്തിലാണ് പറയാൻ കഴിഞ്ഞത്. നമുക്കറിയാം, നേരത്തെ തന്നെ ശശി തരൂരിന്റെ, അതായത് നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയത് അത് വിവാദമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനെ ശശി തരൂരിനെതിരെ വിമർശനമായി രംഗത്ത് വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ധാരാളമായി നടക്കുന്നുണ്ട്. ഉന്നത തലത്തിൽ തന്നെ, അതായത് പ്രമുഖരായ നേതാക്കൾ തന്നെ BJPയിലേക്ക് പോകാൻ ശ്രമം നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ തന്നെ അതായത് കോൺഗ്രസ് നേതൃത്വം വളരെ ആശങ്കാകുലരാണ്. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ SM കൃഷ്ണ അടക്കമുള്ളവർ, നേരത്തെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ, അതോടൊപ്പം തന്നെ റീത്ത ബഹുഗുണ ജോഷി അടക്കമുള്ളവർ, നിരവധി കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ BJPയിലേക്ക് ചൂടുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വേണം കേരളത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ വായിച്ചെടുക്കേണ്ടത്. കേരളത്തിൽ നേരത്തെ തന്നെ കേരളത്തിലെ മുൻ KPCC അധ്യക്ഷൻ അടക്കം ചെന്നിത്തലയ്ക്ക് നേരെ തന്നെ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിച്ചിരുന്നു. പല കോൺഗ്രസ് നേതാക്കൾക്കും എതിരെ, അതായത് ഇവർ ഉള്ളിൽ കാവ്യവൽക്കരണം, അതായത് BJP മനസ്സുമായി നടക്കുന്നവരാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പല നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതാദ്യമായി, കാരണം ഹസൻ KPCCയുടെ താൽക്കാലിക അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇന്നലെ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും ചില ഭാഗ്യാന്വേഷികളുണ്ട്, ചില സ്ഥാനമോഹികളുണ്ട്, ചില സ്ഥാനങ്ങൾ മോഹിച്ചാണ് പലരും BJPയിലേക്ക് ചേക്കേറുന്നതെന്നറിയാം. നമുക്ക് തന്നെ അറിയാം, BJP പല സംസ്ഥാനങ്ങളിലും എടുത്ത നിലപാടുകൾ, പല നേതാക്കളെയും അവരുടെ കോൺഗ്രസ് നേതാക്കളെ അവരുടെ പക്ഷത്ത് കൊണ്ടുവരുന്നതിനായി MP സ്ഥാനം അടക്കം രാജ്യസഭാ അംഗത്വം അടക്കം നൽകിക്കൊണ്ട് അവരെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതിന് അമിത്ഷായാണ് എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുന്നത്. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് BJP 3 അല്ലെങ്കിൽ BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയില്ലായിരുന്ന ഇടങ്ങളിലൊക്കെ ചാക്കിട്ടുപിടുത്തമെന്ന് പറയുന്ന തരത്തിൽ തന്നെ നിരവധി വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ രൂപീകരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ സ്വാഭാവികമായും കേരളം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിലെ ചാടി നിൽക്കുന്നവരെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കാവ്യ മനസ്സുള്ളവരെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം BJP ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുക. BJPയെ സംബന്ധിച്ച് കേരളം എന്നും ഒരു കീറാമുട്ടിയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്ന തരത്തിലുള്ള ഒരു അമിത്ഷായുടെ ഒരു കണക്കൂട്ടലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന നേതാക്കളെ, വളരെ പ്രമുഖന്മാരായ സംസ്ഥാന നേതാക്കളെയാണ് ഈ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ ഈ പ്രമുഖരായ 4 നേതാക്കളുമായി വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചകൾ നടത്തുകയും അതിന്റെ ഏകദേശം ഒരു അന്തിമ ധാരണ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച ഈ ചർച്ചകളുടെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിരവധി നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കങ്ങൾ BJP നേതൃത്വം നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ ആദ്യ ചുവടുപടിയായിട്ടാണ് ഈ 4 നേതാക്കളെയും, ഈ 4 നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഉത്തര കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള, മധ്യ കേരളത്തിൽ നിന്നുമുള്ള ഈ 4 നേതാക്കൾ കോൺഗ്രസിന്റെ വളരെ പ്രമുഖന്മാരായ നേതാക്കളാണ്. അതിൽ ഒരാൾ തന്നെ ഇപ്പോൾ MP ആണ്, മറ്റൊരാൾ മുൻ MP ആണ്, ഒരാൾ ഇപ്പോൾ നിലവിൽ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള MP ആണ്, മറ്റൊരാൾ കോൺഗ്രസിന്റെ പ്രമുഖനായ മുൻ വക്താവ് കൂടിയായിരുന്ന 4 പേർ. ഈ 4 പേരെ ലക്ഷ്യമിട്ടാണ് ഇവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJP-യിൽ ചേക്കേറും. ഇവർക്ക് ഇതിനായി രാജ്യസഭാ അംഗത്വം അടക്കമുള്ള കാര്യങ്ങളാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഗിരീഷ്മ, സിജു, അതായത് പകൽ കോൺഗ്രസും രാത്രി RSSും എന്ന തരത്തിലുള്ള ആരോപണം പല പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു. BJP-യുടെ ഫാസിസ്റ്റ് നിലപാടുകളെ പകൽ പരസ്യമായി എതിർക്കുകയും രാത്രി അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപനം, ഇതിനൊക്കെ സാധൂകരിക്കുന്ന ഒരു വാർത്തയല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായും ഗിരീഷ്മ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ, അതായത് പല കോൺഗ്രസ് നേതാക്കൾ, പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പകൽ സമയത്ത്, അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ സംബന്ധിച്ച ആരോപണം ഉന്നയിച്ചിരുന്നു. പകൽ സമയത്ത് ഖദറിട്ട് നടക്കുകയും രാത്രി കാവി ധരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അക്കാര്യം MM ഹസന്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വന്ന ഒരു MP-യുമായി താൻ നേരിട്ട് സംസാരിച്ചു, അദ്ദേഹം പോകുന്നില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതായത് കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഗൗരവമായി എടുത്തിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടി വരിക. ഗിരീഷ്മ, സിജു സുഗതനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. 4 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്നു. നേതാക്കൾ നിരവധി തവണ BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് വാർത്തകൾ.